ഒന്ന് രാജാക്കന്മാര് 17, 18, 19 അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഏലിയ പ്രവാചകന്റെ കാലത്ത് നമുക്കറിയാം, ഇസ്രായേൽ ജനം വഴിതെറ്റി പോകുന്നു, വിശ്വാസം വ്യതിചലിച്ചു പോയിട്ട് അവര് ബാലിന്റെ അക്ഷേരയ്ക്ക് പോയി ആരാധിക്കുക, 2 ദേവതകൾ ആരാധിക്കുക. എന്നിട്ട് ആളുകൾ മുഴുവൻ തന്നെ പോയെന്നുള്ളൂ, 7000 പേരൊഴിച്ച് എല്ലാവരും പോയെന്നാണ് പറയുന്നത്. അപ്പൊ ആ സമയത്താണ് ഏലിയ പ്രവാചകൻ വരുന്നത്. ഏലിയ പ്രവാചകൻ കാർമൽ മലയുടെ മുകളിൽ ഒരു ബലിപീഠം ഉണ്ടാക്കുമ്പോൾ അതിന് തൊട്ടപ്പുറത്ത് ബാലിനും അക്ഷേരയ്ക്കും വേണ്ടി ഒരു ബലിപീഠം ഉണ്ടായിട്ട് ജനം മുഴുവൻ അതിന് ചുറ്റും നിന്ന് ഉറഞ്ഞു തുള്ളുകയാണ്. അതിന് മുകളിൽ കാളയൊക്കെ മുറിച്ചിട്ട് ഒരു ബലിയർപ്പണം നടത്തിക്കൊണ്ടിരിക്കും. ഭയങ്കര അവർ വിചാരിക്കുന്നത് ദേശത്ത് മഴ പെയ്യുന്നത്, ദേശത്ത് നല്ല കാലാവസ്ഥ വരുന്നത്, നല്ല ആദായം, കൃഷിഭൂമി വളരുന്നത്, സമ്പത്തുണ്ടാകുന്നത് മുഴുവനും കാരണം ഇതാണെന്നുകൊണ്ട് ഇതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഏലിയ പ്രവാചകൻ പറഞ്ഞു, നോ, നിങ്ങൾ തെറ്റാ ചെയ്യുന്നത്. അതല്ല, ബാലുവല്ല, അക്ഷേരമല്ല ഈ നാട്ടിലെ മഴയും കൃപയൊക്കെ തരുന്നത് മുഴുവനും യഹോവയായ ദൈവം. അവരത് സമ്മതിക്കത്തില്ല. അപ്പൊ അതിന്റെ അവസാനമാണ് ദേശത്ത് ഏലിയ ചെയ്യുന്ന പ്രവൃത്തിയാണ്, ആകാശം അടയ്ക്കുന്നു, 3 വർഷം 6 മാസം മഴ പെയ്യുന്നില്ല. എന്തിനാണ് ഈ ആകാശം അടയ്ക്കുന്നത്? യഥാർത്ഥ ദൈവത്തിലേക്ക് ഇവർ പോകാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ കൃപ വരുന്നത് ഈശോയിൽ നിന്നാ, പരിശുദ്ധാത്മാവില്ല. പക്ഷെ അത് മാറിയിട്ട് ഈ ദേവനും ദേവയാണ്, അതിനു മുമ്പിൽ ആരാധനയും കുമ്പിട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോഴത്തേക്കും ഏലിയ വന്നിട്ട് ആകാശം ഒറ്റ അടയ്ക്കില്ല. 3.5 വർഷം ദേശത്ത് മഴ പെയ്യാതെ ജനം പട്ടിണിയായി, ജനം കൃഷിയിടങ്ങൾ കരിഞ്ഞ് നശിക്കുന്നു, മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു. ഭയങ്കര പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ ആഹാബ് രാജാവ് പറയുന്നുണ്ട്, ഇതിന് മുഴുവൻ കാരണക്കാരൻ ഏലിയ പ്രവാചകൻ കാരണമാണ് ദേശത്തെ അപകടം. ശരിക്കും ദേശം നാശം ഉണ്ടാക്കുന്ന ഇവർ തന്നെയാണ്. ഇവർ ദൈവത്തിൽ നടന്നുപോയി. അപ്പൊ ദൈവത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ മഴ പെയ്ത്ത് നിർത്തുകയാണ്. ഇതാണ് എനിക്ക് ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഈ തകർച്ച വരുമ്പോൾ എല്ലാ തകർച്ചകളുടെ ഒരു കാരണമുണ്ട് കേട്ടോ. ആ സത്യദൈവത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി നമ്മൾ പലപ്പോഴും അവൻ കാരണമാണ് ഞാൻ വളർന്നത്, അവള് കാരണമാണ് വളർന്നത്, ഇവൻ തന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്, എൻ്റെ അപ്പൻ എൻ്റെ സ്വത്ത് കൊണ്ടാണ് വളർന്നത്, എൻ്റെ അമ്മയുടെ സ്വത്ത് കൊണ്ടാണ് അവരനുഗ്രഹിച്ചത്. ചിലപ്പം ചില ആത്മീയ ഗുരുക്കൻ അവരാണ് എൻ്റെ ജീവിതം രക്ഷപ്പെടുത്തിയത്, അങ്ങനെ വ്യക്തികളെ ദൈവങ്ങളാക്കും, ആളുകളെ ദൈവങ്ങളാക്കും. ഈ സത്യദൈവത്തിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ പലതിന് ഇവരാണ് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം രക്ഷപ്പെട്ടത്, അവരാണ് എൻ്റെ അപ്പനും അമ്മയും കൂടെ. അവിടെ അവർക്ക് വേണ്ടി ചില കൂട്ടുകാരാണ് കാരണം. എൻ്റെ പഠിത്തത്തിൽ ഇത്ര മാർക്ക് കിട്ടാൻ കാരണം എൻ്റെ കൂട്ടുകാരൻ, ഇന്ന കൂട്ടുകാർ, എന്നെ അവൻ കൊണ്ട് എല്ലാം നന്മകളുടെ ഉറവിടം യഥാർത്ഥ ദൈവമാകാതെ ചുറ്റുമുള്ള ആളുകളും ഈ ലോകവും ഈ പ്രകൃതിയും ഇതുപോലെ കുറെ ദേവതകളും വരുന്ന സമയം. അപ്പൊ അത്ര സമയത്ത് ദൈവം ആകാശം അടയ്ക്കും, മഴ പെയ്യുന്ന കൃപ പെയ്യില്ല. ഈ നാളുകൾക്ക് സഭയിൽ കാണുന്ന ചില അടയാളങ്ങൾ കാണും. എനിക്ക് പരിശുദ്ധ ദൈവം ആകാശം അടച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു. ഇതിന് തുറക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ സത്യദൈവത്തിലേക്ക് തിരിയണം.